ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ നമുക്ക് കഞ്ഞി ഞാൻ ഇപ്പോൾ ഇതുപോലെ അടുപ്പത്തിട്ട് കഞ്ഞി വേവായി തുടങ്ങി. ചായ വെച്ചു, ചായ കുടിച്ചു. ഒരു കുഴപ്പം ഞാൻ കഴിച്ചു ചായ കൂടെ ഗ്യാസിൻ്റെ ഒരു പൊടി കഴിച്ചിട്ട് കേട്ടോ. ഏഴര കഴിഞ്ഞപ്പോൾ ചായ കുടിച്ചു. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ കൈപ്പയ്ക്ക് തോരനാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കൈപ്പയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈപ്പയ്ക്ക് തോരൻ, പിന്നെ കൈപ്പയ്ക്ക കൊണ്ട് തന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറി, അതാണ് ഇന്നത്തെ കറി. നമുക്ക് എന്താ പറയുക, മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ കൈപ്പയ്ക്ക കഴിയും. പണ്ടൊക്കെ ഇവിടുത്തെ അമ്മ ജോസേൻ്റെ അമ്മ കൈപ്പയ്ക്ക് വേണം എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറയും, എന്തിനും ഇങ്ങനെ എന്നും നിങ്ങൾ കൈപ്പയ്ക്ക് തന്നെ എൻ്റെ ചെങ്ങാതി അമ്മയെ ചോദിക്കും. അപ്പോൾ അവർ പറയും കൈപ്പയ്ക്ക വയറിന് നല്ലതാണ്, അത് കാരണം എനിക്ക് വയറിന് സുഖമില്ല, വായയിൽ തൊലി പോകുന്നുണ്ട്, അതിനൊക്കെ കൈപ്പയ്ക്ക നല്ലതാണെന്ന് അവർ പറയും. എന്നും കഴിക്കട്ടോ, എന്നും ഒരെണ്ണം എടുത്തിട്ട് ഒരു ഉപ്പേരി വെച്ചിട്ട് അമ്മ കഴിയും. അപ്പോൾ അത് അവർക്ക് നല്ലതാണെന്നാണ് അവർ. പക്ഷെ നമ്മളന്ന് അവരോട് നിങ്ങൾക്ക് വേറെ പണിയും ഇല്ല എന്നിട്ട് ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നും നമ്മളത് മനസ്സിലാക്കുന്നത് കൈപ്പയ്ക്ക് നമുക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ ആവശ്യമുള്ളൊരു സാധനമാണ്. 19 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ഒരു കൈപ്പയ്ക്കെങ്കിലും വെച്ച് നമ്മൾ കഴിച്ചാൽ നമ്മുടെ വയറിനത് നല്ലൊരു സുഖം കിട്ടുന്നുണ്ട്. നമ്മുടെ ബോഡിക്ക് നല്ലതാണ്, നമ്മുടെ രക്തങ്ങളുടെ ക്ലിയറൻസിനൊക്കെ കൈപ്പയ്ക്ക് നമ്മൾ ഒരുപാട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കൈപ്പയ്ക്ക തോരൻ, പിന്നെ കൈപ്പയ്ക്ക് തേങ്ങ വറുത്തരച്ചത് കേട്ടോ. പിന്നെ പറയുന്നത് ഞാൻ ചിക്കൻ തേങ്ങ വറുത്തരച്ച് വയ്ക്കാൻ വേണ്ടി കുറച്ച് ദിവസമായി സവാള ഇട്ടിട്ട് ഞാൻ അതും വെച്ചത്. അപ്പോൾ ഇന്നത്തെ കറികൾ നമ്മളാക്കി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ആയോ? എൻ്റെ കൈപ്പയ്ക്ക് തോരൻ നമുക്ക് ആദ്യം സെറ്റാക്കാം. അതിൻ്റെ പിന്നാലെ നമുക്ക് തേങ്ങ വറുത്തരച്ച കൈപ്പയ്ക്ക ചാറ് കറി നമുക്ക് ഇന്ന് ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, വാ, എൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ കൈപ്പയ്ക്ക് കുറച്ച് ജോസരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. കൈപ്പയ്ക്ക ചാറ് കറി ഉണ്ടാക്കാൻ വറുത്തരച്ച കൈപ്പയ്ക്കൊക്കെ തീയലും, പിന്നെ നമുക്ക് കൈപ്പയ്ക്ക കുറച്ച് ഉപ്പേരി വയ്ക്കാം. അതാണ് ഇന്നത്തെ നമ്മുടെ കറി, സ്പെഷ്യലായിട്ടുള്ള കറി കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ കുറച്ച് വെച്ച് തിരിയുന്നുണ്ട്, അതും കൂടി ഉച്ചയാലത്തെ ഫുഡിലേക്ക് നമുക്ക് എടുക്കാം. രാവിലത്തേക്ക് കൈപ്പയ്ക്ക തോരനും വയ്ക്കാം, ഉച്ചയാലത്തേക്ക് കൈപ്പയ്ക്ക തീയലും വയ്ക്കാം കേട്ടോ. വറുത്തരച്ചിട്ടുള്ള കൈപ്പയ്ക്ക തീയൽ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഉണ്ടാക്കുന്നത് കേട്ടോ. ഉണ്ടാക്കുന്നത് കൈപ്പയ്ക്ക തോരനും കൈപ്പയ്ക്ക തേങ്ങ വറുത്തരച്ചതും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. 2 സൈസായിട്ട് ചാറ് കറി ആയിട്ടും ഉപ്പേരിയായിട്ടും ഉണ്ടാക്കുന്നത് കേട്ടോ. പച്ചക്കറി കഴിക്കാമെന്നുള്ളത് നമുക്ക് മാസത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലായാലും നമുക്ക് കൈപ്പയ്ക്ക നല്ലതാണ് കേട്ടോ. നമ്മൾ കൈപ്പയ്ക്ക കറികൾ വയ്ക്കുമ്പോൾ നമുക്ക് ബ്ലഡിനൊക്കെ നല്ല ക്ലിയറൻസ് കിട്ടാനായിട്ട് ഇടയ്ക്ക് നമ്മളതൊന്ന് വയ്ക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, തൈര്, ചെറുനാരങ്ങ നീര് ഞാൻ ഇതിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു പകുതി ചെറുനാരങ്ങ നീര് അത് പിഴിഞ്ഞ് വീട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതിട്ടിട്ട് നമുക്കിത് മിക്സ് ആക്കിയിട്ട് ഉപ്പേരിക്കായിട്ടുള്ളത് നമുക്ക് കൂട്ടി തിരുമ്പി വയ്ക്കാം കേട്ടോ. നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കൈപ്പയ്ക്ക തോരൻ ഉണ്ടാക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, വേപ്പില, വറ്റൽമുളക്, സവാള. ഇത് നമുക്ക് കടുക് വെച്ചിട്ട് ഇതൊക്കെ കൂടി വഴറ്റിയിട്ട് നമുക്ക് കൈപ്പയ്ക്ക തോരൻ ഉണ്ടാക്കാം കേട്ടോ. അതേ നമ്മുടെ സവാള മുളകൊക്കെ വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കൈപ്പയ്ക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. കൈപ്പയ്ക്ക ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് മൂടി വെച്ച് ചെറുതിയിൽ അത് വേവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാൻ മതി കേട്ടോ. നമ്മുടെ കൈപ്പയ്ക്ക നമുക്ക് തുറന്ന് നോക്കിയാലോ, കണ്ടാ ഈ ലെവലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുമിക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് തേങ്ങ ഇട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ അതിൽ വെന്തി ചേർന്ന് കിട്ടും കേട്ടോ. ടേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ കണ്ടോ, എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ. കടുക് വെച്ച് മുളകൊക്കെ സവാള വഴറ്റി വന്നതിന് ശേഷം മുളക് പൊടി വേണമെങ്കിൽ ഇടാം. എരിവ് കണ്ടമാനം വേണ്ട ആൾക്കാരുണ്ടാവും. ഞങ്ങളുടെ എരിവ് കൈപ്പയ്ക്ക വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് എരിവ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അത് ജോസേട്ടനായാലും ലിജോനായാലും എല്ലാവരും കൈപ്പയ്ക്ക കഴിക്കും കേട്ടോ അവിടെ. പിന്നെ ഇത്തിരി അമാന്ത ഞാനാണ്, പക്ഷേ ഇപ്പം കൈപ്പയ്ക്ക ഞാനും കഴിച്ചു തുടങ്ങി. അത് കാരണം വെക്കണത്. നല്ല കൈപ്പയ്ക്ക മേടിക്കാൻ പറഞ്ഞപ്പോൾ ജോസഫ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നല്ല കൈപ്പയ്ക്ക കൊണ്ടുവന്നു. കല്യാൺ ഹൈപ്പറിൽ നിന്നാണ് മേടിച്ചത്, എളുപ്പമായാലുള്ള കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ കേട്ടോ. അവിടെ അവ നല്ല സാധനങ്ങളൊക്കെ കിട്ടും അവിടെ, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. അത് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ടാവും, നമ്മളവിടെ പോകണമെന്ന് മാത്രം കേട്ടോ.
ഓക്കെ, അപ്പോൾ നമുക്കിത് ഒന്നുകൂടി ഒന്ന് മൂടിച്ച് വേവിക്കാം കേട്ടോ. കയ്പ്പയ്ക്ക് തോരൻ സെറ്റായി കഴിഞ്ഞു കേട്ടോ, കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് കയ്പ്പയ്ക്ക കുറച്ച് കയ്പ്പയ്ക്ക എടുത്തിട്ട് കേട്ടോ, കുറച്ച് കാരണം കുറച്ച് കയ്പ്പയ്ക്ക ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് നമുക്ക് തേങ്ങ വറുത്ത് അരച്ചിട്ടുള്ള കയ്പ്പയ്ക്ക ചാറ് കയറി കൂടി വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ കറി നമ്മുടെ കയ്പ്പയ്ക്ക അഭിഷേകം കേട്ടോ, നന്നായി ഇരിക്കട്ടെ. ഞാൻ തേങ്ങ വറുത്തരച്ചിട്ട് വെക്കാനായിട്ട് കുറേ നാളായി അങ്ങനെ വെക്കേണ്ടത്. എന്നും പെരിനിയാണ് വെക്കാറ്, എപ്പോഴും എന്തെങ്കിലും ചാറ് കറി ഉണ്ടാകുമ്പോൾ അത് ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഒന്നും വേറെ വെച്ചില്ല. പിന്നെ ഇന്നലെ വെച്ച ചിക്കൻ വറുത്തരച്ച് വെച്ചത് കുറച്ചുണ്ട്, അപ്പോൾ അതും കൂടി ഉച്ചയായിട്ടാണ്ട് സഭാഷാക്കാം നമുക്ക് അല്ലേ. അപ്പോൾ നിങ്ങളും വായോ കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ട സെറ്റിങ്സ് കാണിച്ചു തരാം. തേങ്ങ വറുത്തരച്ച് വെക്കുന്നതിലേക്കുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതേ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കറിവേപ്പില, പിന്നെ നാളികേരം ഒരു പിഞ്ഞാണം കൊത്തി എടുത്തത്. പിന്നെ സബോളയില്ല ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില. പിന്നെ നമുക്ക് തേങ്ങ വറക്കണതിലേക്ക് ഇടാനായിട്ട് മല്ലി, മുളകും, വേപ്പില ഇട്ടോ. ഞാനത് സെറ്റാക്കട്ടെ. നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോ കേട്ടോ, ഞാൻ ചെയ്യണ പോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇതൊക്കെ നമ്മുടെ എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ള ഒരു ഇതിൽ ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ കയ്പ്പയ്ക്ക കേട്ടോ, കയ്പ്പയ്ക്ക കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ സവാളയ്ക്ക് ഇതൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഇത് പോവും. പിന്നെ തൻപാൽ ലാസ്റ്റ് ഒരു ശകരം ഒഴിക്കാൻ പറ്റി, അത്രയും നല്ലതാണ്. ഞാൻ തേങ്ങ ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് വറുത്തരയ്ക്കാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ തൻപാൽ എനിക്ക് വേണ്ടി വരില്ല, കട്ടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കേട്ടോ, ഇതൊക്കെയാണ് എൻ്റെ സെറ്റിങ്സ്. അപ്പോൾ നമ്മുടെ കയ്പ്പയ്ക്ക് ഉപ്പേരി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് തേങ്ങ വറുക്കാനുള്ള പണി നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ചട്ടി ചൂടായിട്ടിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്ക് തേങ്ങ ആയിരിക്കാം. കയ്പ്പയ്ക്കൊക്കെ എങ്ങനെയും തിന്നണമെങ്കിൽ നമ്മൾ കരച്ചിട്ടും മിക്ക പിള്ളേരുകളും കഴിക്കില്ല. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രിക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ വേഗം കഴിച്ചോളും അല്ലേ. അതാണ് അതിൻ്റെ രസം. ഞാനപ്പോൾ വറുത്തരച്ച് വെക്കട്ടെ, കുറേ നാളായി വറുത്തരച്ച് വെക്കാണ്ട്. ഇത് ഹിന്ദുക്കളൊക്കെ നല്ല പണ്ട് ഹിന്ദുക്കളൊക്കെ നല്ല രസത്തിൽ വയ്ക്കും. എനിക്ക് വീടിൻ്റെ അടുത്തൊരു ലീലമ്മായി ഉണ്ടായിരുന്നു, അവരൊക്കെ മരിച്ചു കിട്ടാം. അവരൊക്കെ ഇത് നന്നായിട്ട് വയ്ക്കും. ഈ കയ്പ്പയ്ക്ക ഉപ്പേരി, അതുപോലെ വെണ്ടക്കായ ഉപ്പേരി വെച്ചിട്ട് കൊടുന്ന് വരുമ്പോൾ എന്താ രസം. അവരതൊക്കെ കൂടി കൂട്ടി തിരുമ്പൊന്നും വേണം. മിളക്, മല്ലി, മഞ്ഞൾ, ഉപ്പ് ഇട്ടിട്ട് വെണ്ടയും കൂട്ടി തിരുമ്പും. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിൽ ഇടുള്ളൂ. നല്ല രസമാണ്. അത് നന്നായിട്ട് മൊരിയിട്ട് കേട്ടോ, മൊരിയിട്ട് ഞാൻ കാണിച്ചത്. നമുക്കപ്പോൾ ഇതിലേക്ക് മുളകും മല്ലിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. വേപ്പിലും മുഴുവൻ മുളകും മുഴുവൻ മല്ലി കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇത് നന്നായി മൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ നാളികേരം നല്ല ബ്രൗൺ കളറായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഇതിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഈ കളറിൽ നമ്മൾ വറുത്തെടുക്കണം. മുഴുവൻ മുളകും മുഴുവൻ മല്ലിയാകുമ്പോൾ ഒരു നല്ല മണം നമുക്ക് വരും കേട്ടോ. നാളികേരം ബ്രൗണി ഇത് ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി ഇതേ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സംഭവങ്ങൾ വഴറ്റി കഴിഞ്ഞാൽ നമ്മുടെ കൂട്ട സെറ്റായിട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ഞാൻ അതിലേക്ക് ഇതേ തേങ്ങ കൊത്തൊന്ന് ഇടാൻ പോകണം കേട്ടോ. തേങ്ങ കൊത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ.
നന്നായിട്ട് നമുക്കത് വറുത്തിടുക. ഒന്ന് വാടി വരട്ടെ, മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. ഇവിടെ തേങ്ങ ഇതായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് വഴറ്റിടുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പിലി ഒക്കെ ഞാൻ അതിലിട്ടിട്ടുണ്ട്. അതൊന്ന് വഴറ്റി വരട്ടെ കേട്ടോ. അത് വഴറ്റി വരുന്നതോടുകൂടി നമുക്ക് ഇനി ഒന്ന് വാടി വരട്ടെ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് തേങ്ങയുടെ കൂടി ആയപ്പോഴേ. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ ഒന്ന് അരച്ചിടുക. വറുത്ത തേങ്ങ മിക്സിയിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആഷ്ലി ഇന്ന് അവർ ചെറിയൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അവൾ ഉച്ചരിഞ്ഞ പോവും. അപ്പോൾ അവളത് അരയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് ഇടുന്നുണ്ട് കേട്ടോ. അത് അരക്കിയിട്ടാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ ആഷ്ലിയുടെ വയറൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. വയറ് കാണിച്ചു കൊടുത്തടി നമ്മുടെ ഗൈസിന്. അങ്ങനെ അപ്പോൾ അത് അവളെ അരക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം, നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂടി ഇട്ടിട്ട് നമുക്കൊരു വഴറ്റാം കേട്ടോ. അതിനൊരു വഴറ്റട്ടെ. അത് നമ്മുടെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, 2 സ്പൂൺ ഇടാം. പച്ചക്കറിയിലേക്ക് മല്ലിപ്പൊടിയൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. മതി. അപ്പോൾ 2 സ്പൂണായി. ഇനി മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റാട്ടോ. ഒന്നും കൂടി മുളക് മതി, കുറച്ചും കൂടി ഇട്ടോ. ഓക്കെ, ഞാൻ ഇളക്കി സെറ്റാക്കി. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മൊരിയിട്ട് അത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അരപ്പ് വേവിക്കണം. എന്നിട്ട് വേണം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കായ്പയ്ക്ക് ഇടാനായിട്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു തുള്ളി വെള്ളം കുപ്പിയിൽ വെച്ചിട്ട് അത് സെറ്റായി. കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നമുക്കത് ഒന്ന് വേവിക്കാൻ വയ്ക്കുന്നത് പോലെ തന്നെ തേങ്ങ അരച്ചത് നല്ല വെണ്ണ പോലെ ഇങ്ങനെ അരിയണം കണ്ടോ. വെണ്ണ പോലെ അരിഞ്ഞാലേ കറി നന്നാവുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് കയ്പയ്ക്കൊക്കെ നമുക്ക് കറി വയ്ക്കുമ്പോൾ വെണ്ണ പോലെ തന്നെ അരിയണം. അപ്പോൾ അത് ശ്രദ്ധിച്ചോളാം എല്ലാവരും. ഒരു രസം വേറെ വരുന്നതാണ് ഞാൻ പറയണത്. ഇനി അതൊന്നും നമുക്ക് ഇളക്കി ചേർക്കാം. എന്നിട്ട് ഇത് തേങ്ങ വെന്തതിന് ശേഷം നമുക്ക് ഇത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് നമുക്ക് കയ്പയ്ക്കിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി നമുക്ക് കിട്ടും. കുറച്ച് തേങ്ങ ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്. തൻപാലിൽ നമുക്ക് കിട്ടുമോ നോക്കട്ടെ. ഒന്ന് വെളിച്ചെണ്ണ തെളിഞ്ഞ് നന്നായി വെന്ത് വരട്ടെ. അതേ നന്നായി തിളച്ചു വന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഞാനിതേ ഇപ്പം ഇട്ടിട്ടുള്ളൂ. കുറച്ചും കൂടി ഉപ്പിടാൻ തോന്നുന്നു. ഇനി കയ്പയ്ക്കും അതിലേക്കുള്ള ഉപ്പ് വരണ്ടേ. ഇനി നമുക്ക് നോക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് പാകാക്കിയതിന് ശേഷം വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. നമുക്ക് നല്ല മണം വരുന്നുണ്ട്. മുഴുവൻ മുളകും മല്ലികയായ കാരണം നല്ല മണം വരുന്നുണ്ട്. നമുക്ക് നോക്കി നമ്മുടെ നല്ല സെറ്റായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം കുറച്ച് ഒഴിച്ച് ഇത് വെള്ളം പാകാക്കി എടുക്കാം കേട്ടോ. പുളിവെള്ളം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു രസം വരും. പുളി കുറച്ച് എപ്പോഴും നമ്മൾ കയ്പയ്ക്ക വയ്ക്കുമ്പോൾ വേണം. പകുതി ഒഴിച്ചാൽ മതി എന്ന് തോന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. പുളി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ചും കൂടി വെള്ളം ഒന്ന് ഒഴിച്ച് ലൂസാക്കി കട്ടി ഉണ്ടാക്കില്ല. അങ്ങനെ നമ്മൾ ചെറുതായി ഇങ്ങനെ കുറുക്കിയിട്ട് ഇത് വേവിക്കണം. അപ്പോൾ അത് നല്ല വേവായിട്ട് കിട്ടും. നമ്മൾ സമാധാനത്തിൽ അത് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റുള്ള കറികൾ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വെള്ളം സെറ്റാക്കി എടുക്കാം കേട്ടോ. അടിപൊളി. ഇനി അതൊന്ന്
പുളിയൊന്നും അതിൽ സെറ്റായതിന് ശേഷം നമുക്ക് കയ്പയ്ക്ക് ഇട്ടത് വേവിച്ചിടുക, നമ്മുടെ പണി കഴിയും കേട്ടോ. പിന്നെ നമുക്ക് ഉള്ളി കച്ചി വീത്തുമല്ലോ നല്ല. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കയ്പയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ കയ്പയ്ക്ക് വേവണമല്ലോ, കയ്പയ്ക്ക് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് മിക്സ് ആക്കിയിട്ട് അത് നന്നായി വേവട്ടെ കേട്ടോ. കുറച്ച് കയ്പയ്ക്ക് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ചാറ് തന്നെ നല്ല രസമായി. അപ്പോൾ കയ്പയ്ക്ക് ഇടണ്ടെന്ന് പറയും നമ്മുടെ ആഷ്ലി കൂടെ നിന്നിട്ട്. അത്രയും രസമായി ചാറ്. കയ്പയ്ക്ക് ആകുമ്പോൾ കനയ്ക്കുമ്പോൾ എന്ന് പറയണം. ഞാൻ കയ്പയ്ക്ക് ഇടാം. അങ്ങനെ പുളി ഒഴിച്ച് വയ്ക്കുമ്പോൾ കയ്പയ്ക്കാരെ കയ്പറിയില്ലേ നമ്മൾ. നല്ല കയ്പയ്ക്കാണ് കേട്ടോ, അത് വേണമല്ലോ പറയാം. ഇനി അത് തിളക്കിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൂട്ടാൻ നമ്മുടെ വെന്തിറങ്ങിയിട്ടുണ്ട്, ഇറക്കാറായി. അപ്പോൾ ഞാൻ അതേ തൻപാൽ അതിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. സൂപ്പറായിട്ടുള്ള ഒരു കറി ഇടിഞ്ഞ് ഞാനതിലേക്ക് ഉള്ളി കാച്ചി വീത്തട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉള്ളി സെറ്റാക്കിയിട്ടുണ്ട്, മുരിഞ്ഞ് വരട്ടെ. അത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ വീത്തി കഴിഞ്ഞാൽ കയ്പയ്ക്ക കറി റെഡി കേട്ടോ. നമുക്ക് 2 കതിര് വേപ്പിലിടാം. വേപ്പിൽ ഉള്ളി മുരിഞ്ഞ് പറഞ്ഞാൽ കുറച്ച് മുളക് ഇട്ട് കഴിഞ്ഞാൽ മുളക് പൊടി ഇടുക കേട്ടോ. അപ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിട്ട് നമുക്കത് കച്ചപ്പൊടി ഇരിക്കേണ്ടി വരും. മുളക് പൊടി കൂടി ഇരിക്കുന്നു. ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മീനിന് അല്ല കയ്പയ്ക്കായിരിക്കും ഒഴിച്ചു കൊടുക്കാം. മീനെന്ന് പറയണം, ശ്രദ്ധ പോയാൽ മതി. ഞാൻ തിളച്ചപ്പോൾ ഓഫ് ചെയ്തതാണ്. തൻപാൽ ഒഴിച്ചൊന്ന് ചൂടാക്കിയാൽ മതി, തിളയ്ക്കാൻ നിൽക്കണ്ട. ഉള്ളി സെറ്റായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ഒഴിച്ചു കൊടുക്കാം. അടിപൊളി. ട്രെയിന് നമ്മുടെ കയ്പയ്ക്ക കറി സൂപ്പർ കേട്ടോ. ഇനി നമുക്ക് ഇന്നലെ എടുത്ത് വെച്ച ചിക്കൻ്റെ തേങ്ങ അരച്ച് വെച്ച ചിക്കൻ്റെ കുറച്ചുണ്ട്, അതൊന്ന് ചൂടാക്കാം. എന്തായാലും ആഷി വന്നതല്ല, അതും കൂടി നമുക്ക് ചോറിനാളെ പരിപാടി നോക്കാം കേട്ടോ. കറികളൊക്കെ സെറ്റായി. കയ്പയ്ക്ക ഉപ്പേരി, കയ്പയ്ക്ക ചാറുകറി, ചിക്കൻ ഞാൻ വറുത്തരച്ച് കുറച്ചിരിക്കണമെന്ന് പറഞ്ഞില്ല, അതാണത് കേട്ടോ. നമുക്ക് കഴിച്ചാലോ? നിങ്ങളും വായോ കേട്ടോ. കയ്പയ്ക്ക ഉപ്പേരി, പിന്നെ ചിക്കൻ്റെ ചാറ് കിട്ടിയാലും മതി. എന്നാലും ഞാൻ കഷ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. ചാറ് രസമായില്ലേ ചിക്കൻ്റെ. പിന്നെ നമുക്കിത് നമ്മുടെ ഈ സാധനം ഇവിടെ കേട്ടോ. നിങ്ങൾ ഞാൻ ഈ വെച്ചത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ വെക്കണേ. ഞങ്ങളുടെ അമ്മയൊക്കെ പണ്ട് വെച്ചിട്ടുള്ളൊരു ഓർമ്മയിൽ ഞാൻ വെച്ചത് കേട്ടോ. സംഭവം രസമായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾ വെച്ച് നോക്കിയിട്ട് എനിക്ക് പറഞ്ഞോളാം എന്നോട് കേട്ടോ. എനിക്ക് അപ്പം എല്ലാവരും ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കുക, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് നേരം അമിതമായിട്ട് റെസ്റ്റ് ചെയ്യണ്ട, ബോഡി വയ്യാതെയാവും. എൻ്റെ ഏജുകാരോട് കേട്ടോ. ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ കുഴപ്പമുണ്ടാവും. അപ്പോൾ നമ്മൾ ഭംഗിയായിട്ട് കഴിച്ച് ഇവിടെ ചായ കുടിയിൽ കുറച്ച് നേരം ഉള്ളൂ, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകും. അപ്പോൾ എല്ലാവർക്കും ബൈ ട്ടാ. ഫുഡ് കഴിക്കാം.